പശ്ചിമ ബംഗാൾ നിയമസഭയിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 3 നാൾ. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്നാലും പശ്ചിമ ബംഗാളിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് 3 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? അതുപോലെ തന്നെ കനത്ത മത്സരം തന്നെയാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. ഭരണം പിടിക്കാൻ തന്നെയല്ലേ BJP-യുടെ അടക്കം തീരുമാനം? ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ബംഗാൾ തെരഞ്ഞെടുപ്പിൽ വലിയ ആവേശമായ പോരാട്ടമാണ് നടക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഭരണം നിലനിർത്തുവാനും BJP ഭരണം പിടിക്കുവാനുമുള്ള വലിയ നീക്കങ്ങൾ നടത്തുന്നു. 15 ദിവസമായി അമിത്ഷാ ക്യാമ്പ് ചെയ്താണ് അവിടെ പ്രചരണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ബംഗാൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് അമിത്ഷാ, അതോടൊപ്പം തന്നെ BJP-യുടെ മുൻ അധ്യക്ഷൻ JP നഡ്ഡ, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇന്ന് ബംഗാളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സജീവമായി തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇടതു പാർട്ടികളും വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളായി പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് ഈ നിയമസഭയിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കഴിയും, അതോടൊപ്പം തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇടതു പാർട്ടികൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് യുവതലമുറയുടെ വലിയ പിന്തുണ തങ്ങൾക്കുള്ളതായും നിലവിൽ ഇടതു പാർട്ടികൾ അവകാശപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇടതു പാർട്ടികൾക്ക് സമാനമായ രീതിയിൽ തന്നെ കോൺഗ്രസും ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ അവിടെ ബംഗാളിൽ സജീവമായി തന്നെ പ്രചരണം നടത്തുന്നു. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിനെ രൂക്ഷമായി തന്നെയാണ് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നത്. അങ്ങനെ 4 മുന്നണികളും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പുറത്തുപോയ ഹുമയൂൺ എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷ നേതാവും അവിടെ വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നുണ്ട്. അദ്ദേഹം വലിയ രീതിയിൽ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ തൻ്റെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും അവിടെ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിന് 3 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ പരസ്യ പ്രചരണം അവസാനിക്കും. അതിനുശേഷമായിരിക്കും നിശബ്ദ പ്രചരണം. പിന്നീട് 29-ാം തീയതി ബംഗാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ആദ്യഘട്ടം നാം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പോളിംഗ് ആണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. 23-ാം തീയതി നടന്ന ആ തെരഞ്ഞെടുപ്പിൽ 94% പേർ പോളിംഗ് ബൂത്തിലെത്തിയിരുന്നു. അതിനെ ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആ പോളിംഗ് 2 മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. തൃണമൂൽ കോൺഗ്രസ് പറയുന്നു തങ്ങൾക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലെല്ലാം വലിയ രീതിയിൽ വോട്ടിംഗ് നടന്നത് തങ്ങൾക്ക് അനുകൂലമായി വീണ്ടും ഒരു തുടർ ഭരണത്തിലേക്ക് തങ്ങളെ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ BJP-യുടെ പ്രതീക്ഷ SIR നടപ്പിലാക്കിയിട്ടുണ്ട്. 90 ലക്ഷത്തിലധികം പേരാണ് ഇതിൽ നിന്ന് പുറത്തുപോയത്. പ്രത്യേകിച്ച് പുറത്തുപോയത് മുഴുവൻ ന്യൂനപക്ഷ വോട്ടുകളാണ്. അതോടൊപ്പം തന്നെ ഈ കുടിയേറ്റക്കാരുടെ വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് BJP-യുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായൊരു കണക്ക് പറയുന്നു. കഴിഞ്ഞ ഈ ആദ്യഘട്ടത്തിൽ 150-ലധികം സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നെങ്കിൽ ഇതിൽ 110 സീറ്റുകൾ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് അമിത്ഷാ അടക്കമുള്ളവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ 3 പാർട്ടികളും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട 3 പാർട്ടികളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഒരു തിരിച്ചുവരവിനുള്ള ശ്രമമാണ് നിലവിൽ ഇടതുപക്ഷം നടപ്പിലാക്കുന്നത്. കാരണം 33 കൊല്ലത്തിലധികം ഭരണം നടത്തിയ ശേഷം ആ പാർട്ടി പൂർണ്ണമായി തന്നെ അവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നത് നാം കണ്ടിരുന്നു. അങ്ങനെ തുടച്ചു നീക്കപ്പെട്ടപ്പോൾ അവിടെ നിയമസഭയിൽ പോലും ഒരു അംഗമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാൻ കഴിയുമെന്നാണ് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് CPM മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഈ 4 പാർട്ടികളും തൃണമൂൽ കോൺഗ്രസ്, BJP, അതോടൊപ്പം തന്നെ ഇടതു പാർട്ടികൾ, പിന്നീട് കോൺഗ്രസ്, ഈ 4 പാർട്ടികളും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോൾ അവിടെ രംഗത്തുള്ളത്. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവിടെ സമാധാനപൂർണ്ണമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. കാരണം വലിയ രീതിയിൽ തന്നെ ഒരു സേനാ വിന്യാസം നടത്താൻ അവിടെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞിട്ടുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടാകുകയും മരണങ്ങളെല്ലാം സ്വാഭാവികമായിരുന്നു. പക്ഷേ നാം 23-ാം തീയതി നടന്ന ആ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചിലയിടങ്ങളിൽ ചെറിയ തർക്കങ്ങളും ചെറിയ സംഘർഷങ്ങളും മാത്രം റിപ്പോർട്ട് അതിനാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വലിയ ആത്മവിശ്വാസത്തിലാണ്. 29-ാം തീയതി നടക്കുന്ന ആ തെരഞ്ഞെടുപ്പ് സമാധാനപൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോയി ആദ്യഘട്ടത്തിൽ ഉണ്ടായ ആ 90%-ലധികം എങ്ങനെയാണോ ആദ്യഘട്ടത്തിലുണ്ടായ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അതിനേക്കാൾ മികച്ച രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ആ ബംഗാൾ തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പരസ്യ പ്രചരണത്തിന് ഇനി 2 നാൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ത്യ തന്നെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം BJP-യും മമതാ ബാനർജിയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു പോരാട്ടം നടക്കുന്ന ഒരു തൃണമൂൽ
കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ് ബംഗാൾ. അവിടെ അധികാരത്തിൽ വരാൻ ഏത് വിധേനയും അധികാരത്തിൽ വരാനുള്ള വലിയ ശ്രമമാണ് ഇപ്പോൾ BJP നടപ്പിലാക്കുന്നത്. ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദി അടക്കമുള്ള താരപ്രചാരകരെ കളത്തിലിറക്കിയാണ് എല്ലാ മുന്നണികളും പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയ റെക്കോർഡ് പോളിംഗ് രണ്ടാം ഘട്ടത്തിലും അത് ആവർത്തിക്കുമോ എന്നൊരു പ്രതീക്ഷ എല്ലാ മുന്നണികൾക്കും ഉണ്ടാകില്ലേ? തീർച്ചയായും ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോളിംഗുമായി ബന്ധപ്പെട്ട വലിയ റെക്കോർഡ് പോളിംഗിലാണ് രണ്ട് മുന്നണികളുടെ പ്രതീക്ഷയും ഉള്ളത്. കാരണം തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇത്തരം ഒരു വോട്ട് വർധനവുണ്ടായത്, തങ്ങളുടെ വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്യിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് തൃണമൂൽ കോൺഗ്രസ് അവകാശപ്പെടുമ്പോൾ SARലൂടെ ഈ ന്യൂനപക്ഷ വോട്ടുകളും അതോടൊപ്പം തന്നെ കുടിയേറ്റ വോട്ടുകളും പൂർണ്ണമായി തന്നെ ഒഴിവാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ വോട്ട് വർധനവ് ഉണ്ടായതെന്നാണ് BJPയുടെ അവകാശവാദം. അങ്ങനെ രണ്ട് പാർട്ടികളും കൃത്യമായി തന്നെ അവകാശവാദവും പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും മെയ് 4 മാത്രമേ അറിയാൻ കഴിയൂ ഇത് ആരുടെ പ്രതീക്ഷയാണ്, ആരുടെ വാദമാണ് ശരിയായതെന്ന്. എന്തായാലും ഇനി ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഈ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ തന്നെ അവിടെ കേഡർ സംവിധാനമുണ്ട്. തങ്ങളുടെ വോട്ടുകൾ അവിടെ തങ്ങളുടെ പെട്ടിയിൽ എത്തിക്കുവാനുള്ള കഴിവുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 18 സീറ്റുകൾ ലഭിച്ചെങ്കിൽ 2024 ആകുമ്പോൾ അത് തകർച്ചയിലേക്കാണ് പോകുന്നത്. 12 സീറ്റായി ചുരുങ്ങുന്നതാണ് നാം കാണുന്നത്. അതോടൊപ്പം തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ ഉണ്ടായിരുന്ന 77 സീറ്റുകളാണ്. അത് ഇത്തവണ 150ഉം 160ഉമായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് BJPക്കുള്ളത്. അങ്ങനെ ഈ രണ്ട് പാർട്ടികളും പ്രതീക്ഷകളും അതോടൊപ്പം തന്നെ അവകാശവാദങ്ങളും ഉന്നയിച്ചാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് നാം പരിശോധിക്കുകയാണെങ്കിൽ ഒരു അമിത്ഷാ അതോടൊപ്പം തന്നെ മമതാ ബാനർജി തമ്മിലുള്ള നേരിട്ടുള്ള ഒരു വെല്ലുവിളിയും അതോടൊപ്പം തന്നെ പോരാട്ടവുമായാണ് നമുക്ക് ഇത് കാണാൻ കഴിയുന്നത്. മമതാ ബാനർജിക്കെതിരെ നിരന്തരം അമിത്ഷാ വിമർശനം ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ ഈ BJPയുടെ വിജയം കണ്ടാൽ മാത്രമേ താൻ അവിടെ നിന്നും പോകൂ എന്ന ഒരു പ്രഖ്യാപനം നടത്തി തുടർച്ചയായി 15 ദിവസങ്ങളായി അമിത്ഷാ അവിടെ ക്യാമ്പ് ചെയ്താണ് അവിടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം അവിടെ പ്രഖ്യാപിച്ചിരുന്നു. മെയ് 5 ബംഗാളിൽ ഒരു BJPയുടെ മുഖ്യമന്ത്രി അധികാരത്തിലെത്തും, അതിന് താൻ പങ്കെടുക്കും, അതിനുശേഷമേ താൻ അവിടെ നിന്നും മടങ്ങുകയുള്ളൂ എന്നും ഒരു പ്രഖ്യാപനവും അമിത്ഷാ അവിടെ നടത്തിയിട്ടുണ്ട്. എന്തായാലും മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനമാണ് BJP അവിടെ കാഴ്ചവെക്കുന്നത്. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയുടെ പ്രസിഡന്റ് നവീൻ, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള എല്ലാ BJPയുടെ പ്രമുഖ നേതാക്കളെയും അവിടെ രംഗത്തിറക്കി എങ്ങനെയും ബംഗാൾ പിടിക്കുക എന്ന ലക്ഷ്യവുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനുള്ള വലിയ പ്രചരണം തന്നെ നടക്കുന്നുണ്ട്. ആ ഒരു ആവേശം തന്നെയാണ് നാം പോളിംഗ് ബൂത്തിലും കണ്ടത്. ചരിത്രത്തിൽ ആദ്യമായി 90% ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും ഇങ്ങനൊരു സംഭവം രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഇനി 3 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കുമ്പോൾ ശക്തമായ പ്രചരണത്തിൽ തന്നെയാണ് മുന്നണികളുള്ളത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.